അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളെയും പുണ്യ ഇബാദത്തുകളിലായി ചിലവഴിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന ഈ പഠന പരമ്പരയിൽ ഇന്ന് നാം തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ്. സൂറത്തുൽ ഫാത്തിഹ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാവും, അതൊരു വലിയ ഒരു വിശാലമായ ഒരു സംഹിതയുടെ ആരംഭമാണ് സൂറത്തുൽ ഫാത്തിഹ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുകൾ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് അല്ലാഹു തആല അവതരിച്ചിട്ടുള്ളത്. ഒന്ന് മക്കിയ, അതായത് തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പലായനത്തിന് മുന്നേ മക്കയിൽ വെച്ച് അവതരിച്ച സൂറത്തുകൾ. അതുപോലെ തന്നെ മദനിയ, അതായത് തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പലായനത്തിന് ശേഷം മദീനയിൽ വെച്ച് അവതരിച്ചത്. ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് ഖുർആനിലെ സൂറത്തുകൾ. സൂറത്തുൽ ഫാത്തിഹ അത് മക്കിയ വിഭാഗത്തിൽപ്പെട്ടതാണ്. തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരിക്കെ അവതരിച്ചതാണ്. ഏതൊരു വിഷയവും അത് മനസ്സിലാക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടെ ഹൃദയത്തിൽ അത് ആഴത്തിലിറങ്ങി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിനെ സംബന്ധിച്ച് ശ്രേഷ്ഠത അറിയിക്കുക എന്നത്. പ്രശസ്തരായ മഷ്ഹൂറായ ഖുറാകളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് മഹാനവറുകൾ തൻ്റെ അധ്യാപനത്തിൻ്റെ തുടക്കത്തിൽ കേൾക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ സവിശേഷതകൾ ഓരോന്നോരോന്നായി അവർക്ക് നൽകുകയും അതിനുശേഷമായിരുന്നു അവർക്ക് പഠനം ആരംഭിക്കൽ. ഇങ്ങനെ ആ ഒരു വഴി നാമും സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയിലേക്ക്, അവിടുത്തെ ഫളായിലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ആ കാര്യങ്ങൾ പോലെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ, അയിമ്മത്തുകൾ നമുക്ക് വിവിധ പേരുകളിലായി സൂറത്തുൽ ഫാത്തിഹയെ പരിചയപ്പെടുത്തുന്നു. സൂറത്ത് ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഹംദ്, സൂറത്തു ഉമ്മുൽ ഖുർആൻ, അസ്സബഉൽ മഥാനി, അൽ വാഫിയ, അൽ കാഫിയ, അർ റുഖിയ, അഷ്ശിഫാ, സൂറത്തു സ്വലാഹ്, സൂറത്തു ദുആ, സൂറത്തു ശുക്ർ, സൂറത്തുൽ കൻസ്, സൂറത്തു നൂർ. ഇങ്ങനെ വിവിധങ്ങളായ പേരുകൾ ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ പേരുകൾക്കും സൂറത്തുൽ ഫാത്തിഹയുമായി പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹക്കുള്ള പ്രത്യേകതകളെ വിശദീകരിക്കുന്ന വിശദമായ അർത്ഥങ്ങളും സാരസമ്പൂർണമായ വിശദീകരണങ്ങളും ഓരോ പേരിലുമുണ്ട്. നാം ഇവിടെ അതിൽപ്പെട്ട ചില പേരുകളും അതിൻ്റെ ശ്രേഷ്ഠതകളുമാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, ഉമ്മുൽ ഖുർആൻ. ഏതൊരു വസ്തുവിൻ്റെയും മാതാവ് എന്ന് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ ഉത്ഭവം എന്നതാണല്ലോ. ആ പേര് പോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആശയങ്ങളും അടങ്ങിയിരിക്കുന്ന, അതിൻ്റെ എല്ലാം ഉൾക്കൊള്ളുന്ന ഉത്ഭവമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നാണ് ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നാമമാണ് സൂറത്തു ഷിഫ. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിലൂടെ
ഷിഫ എന്ന വാക്കിനർത്ഥം, ഭാഷാർത്ഥം വരുന്നത് ശമനം, ഷിഫയാവുക എന്നതാണ്. എല്ലാ രോഗത്തിനും എല്ലാ അസുഖത്തിനും സൂറത്തുൽ ഫാത്തിഹ അത് രോഗശമനമാണ്, ഷിഫ ആണ് എന്നർത്ഥം. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന ഏതൊരുത്തനും രോഗങ്ങളിൽ നിന്ന് ഷിഫ നൽകുമെന്ന് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും: സൂറത്തുൽ ഫാത്തിഹത്തി ഷിഫാഉം മിൻ കുല്ലി സും. സൂറത്തുൽ ഫാത്തിഹ എല്ലാ വിഷബാധയിൽ നിന്നും അത് ഷിഫ നൽകുന്നതാണ്. ഇതിനോട് സാമ്യമായ പല ഹദീസുകളും കാണാൻ കഴിയും. സൂറത്തു ഷിഫ എന്ന നാമകരണം ചെയ്യാനുള്ള കാരണം ഈ രോഗശമനം എന്ന ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ മറ്റൊരു നാമമാണ് സൂറത്തുൽ കൻസ്. കൻസ് എന്ന വാക്കിന് ഭാഷാർത്ഥം വരുന്നത് നിധി എന്നാണ്. ഖുർആനിൽ ഒളിഞ്ഞുകിടക്കുന്ന, മറഞ്ഞുകിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ് സൂറത്തുൽ ഫാത്തിഹ എന്നർത്ഥം. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും: സൂറത്തു ഫാത്തിഹത്തുൽ കിതാബി കൻസും മിൻ കുനൂസിൽ അർഷ്. അർഷിൻ്റെ നിധികളിൽപ്പെട്ട നിധിയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹക്കുള്ള മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളുമാണ് അതിൻ്റെ വിവിധ പേരുകളിലൂടെ, നാമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകളിൽപ്പെട്ട മറ്റൊരു രഹസ്യമായ സംഗതിയാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന, അതിനെ വിശ്വാസത്തോടു കൂടിയും ഇഖ്ലാസോടു കൂടിയും അതിനെ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല എല്ലാ കാര്യങ്ങളിലും നിർഭയത്വം നൽകും എന്നത് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരനോട് കൽപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും: ഇദാ വദഅത ജംബക അലൽ ഫിറാഷ് വഖറഅത ഫാത്തിഹത്തുൽ കിതാബ് വഖുൽ ഹുവല്ലാഹു അഹദ് ഫഖദ് അമിൻത മിൻ കുല്ലി ഷൈ ഇല്ലൽ മൗത്ത്. നീ നിൻ്റെ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി ചെന്നാൽ, അതായത് കിടക്കുന്ന അവസ്ഥയിൽ നീ എത്തിയാൽ, സൂറത്തുൽ ഫാത്തിഹ നീ ഓതുകയും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയും ചെയ്താൽ, ഫഖദ് അമിൻത മിൻ കുല്ലി ഷൈ, രാത്രിയിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ മുഴുവനായും സംഭവിക്കാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ നിർഭയത്വം ഉള്ളവനായി ഇരിക്കുന്നു. ഇല്ലൽ മൗത്ത്, മരണമൊഴികെ. മരണമല്ലാത്ത എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു ഈ സൂറത്തുൽ ഫാത്തിഹയെ പാരായണം ചെയ്യുന്ന ആൾക്ക് നിർഭയത്വം നൽകുമെന്നാണ് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ വലിയ മഹത്വങ്ങളിൽപ്പെട്ട ചിലതാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. ഒരിക്കൽ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അങ്ങനെ വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരു സമയം, ആഖിറ ലോകത്ത് നമുക്ക് വരാനിരിക്കുന്ന അനശ്വരമായ ജീവിതം, ഭൂമി ലോകത്ത് ഇനി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ ബുദ്ധിമുട്ടുകളും അവസ്ഥകളും, ഇങ്ങനെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽ നമുക്ക് അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും വളരെ വിശാലമായി ചർച്ച ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വലിയ ഘോര ശബ്ദത്തോടു കൂടി ആർപ്പുവിളികളും ശബ്ദവും കോലാഹലങ്ങളുമായി ഒരു ശബ്ദം കേൾക്കാനിടയായി. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, എന്താണ് ആ ശബ്ദം കേൾക്കുന്നത്? സ്വഹാബാക്കൾ തിരിച്ചു മറുപടി നൽകി, അല്ലയോ പ്രവാചകരെ, മക്കയിൽ നിന്നും കച്ചവട സംഘം തിരിച്ച് പ്രവേശിക്കുന്ന ഒരു ആരവ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. മക്കയിൽ നിന്നും കച്ചവട ആവശ്യാർത്ഥം കച്ചവടത്തിന് പോയി തിരിച്ചു വരുമ്പോഴുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് ആ കേൾക്കുന്നത്. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട ഉടനെ ഒരല്പനേരം ചിന്താകുലനായി ഇരിക്കുകയാണ്. തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സ്വഹാബത്തിന് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും
സത്യനിഷേധികളും അസത്യവിശ്വാസികളുമായ അബൂജഹലും 7 ഖാഫില സംഘങ്ങളുമാണ് ആ യാത്രാ സംഘങ്ങളിലുള്ളത്. അവർ വലിയ സമ്പത്തിൻ്റെ ശേഖരവുമായിട്ടാണ് മക്കയിൽ പ്രവേശിക്കുന്നത്. അതിൻ്റെ ആരവ ശബ്ദങ്ങളാണ് പ്രവാചകരെ അങ്ങ് കേൾക്കുന്നത്. ഇത് കേട്ട ഉടനെ തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിന്താകുലനായി ഇരിക്കുകയാണ്. തൻ്റെ സ്വഹാബത്തും അനുചരന്മാർ മുഴുവനും അനുഭവിക്കുന്ന വേദനകളും അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളും സത്യനിഷേധികളും അസത്യവിശ്വാസികളുമായ അബൂജഹലും അവരുടെ സംഘങ്ങളും അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ചും താരതമ്യപ്പെടുത്തലിൽ റസൂലുള്ളാഹി തങ്ങൾ ചിന്താകുലനായിരിക്കുന്നു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്ർ അതിലെ പ്രധാനപ്പെട്ട ചില ആയത്തുകൾ അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. അല്ലയോ പ്രവാചകരെ, അങ്ങേക്ക് നാം 7 ആവർത്തിക്കപ്പെടുന്ന ആയത്തുകളെ നാം ഇറക്കിയില്ലയോ? ബഹുമാനപ്പെട്ട അയിമത്തുകൾ അവിടെ രേഖപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അവിടെ രേഖപ്പെടുത്തുന്നു. പരിശുദ്ധ ഈ 7 ആയത്തുകൾ എന്നത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. ആ സൂറത്തുൽ ഫാത്തിഹയെ അവൻ പാരായണം ചെയ്താൽ അവൻ നരകത്തിൻ്റെ മുഴുവൻ കവാടങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അട്ടഹസിച്ച് കരഞ്ഞ ഒരു സന്ദർഭം കൂടെയാണ് സൂറത്തുൽ ഫാത്തിഹ ഇറക്കപ്പെട്ട സന്ദർഭം. സൂറത്തുൽ ഫാത്തിഹ ഇറക്കപ്പെട്ട ഉടനെ ഇബ്ലീസ് അട്ടഹസിച്ച് കരയുന്ന ശബ്ദം കേട്ടുകൊണ്ട് തൻ്റെ അനുയായികൾ ചോദിച്ചു, അല്ല നേതാവേ, അങ്ങേക്ക് എന്തു പറ്റി? തിരിച്ച് മറുപടി നൽകി, ഈ സമുദായത്തിന് ഒരു സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ സൂറത്തിന് അവർ പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിരിക്കുന്നു, അവർക്ക് സ്വർഗപ്രവേശനം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ പിഴപ്പിക്കലുകളൊന്നും കുതന്ത്രങ്ങളൊന്നും ഇനി അവർക്കിടയിൽ നടക്കുകയില്ല. ഇങ്ങനെ ചില മറുപടികൾ നൽകി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്തിൻ്റെ അവതരണം കഴിഞ്ഞ് തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ല പ്രവാചകരെ, അബൂജഹലിനും അവിടുത്തെ 7 ഖാഫിലകൾക്കും നൽകപ്പെട്ട ആ സമ്പത്തിൻ്റെ ശേഖരമാണോ അങ്ങേക്ക് വേണ്ടത്? അതല്ല, ഈ പരിശുദ്ധ 7 ആയത്തുകളാണോ വേണ്ടത്? തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകി, അല്ലയോ ജിബ്രീൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും എനിക്ക് നൽകപ്പെട്ട ഈ 7 ആയത്തുകളാണ് എനിക്ക് വേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ചോദിച്ചു, അല്ല പ്രവാചകരെ, എങ്കിൽ ഈ 7 ആയത്തുകളെ നാം അവർക്ക് നൽകി അവരുടെ ഖാഫില സംഘത്തെ നിങ്ങൾക്ക് പകരമായി നൽകട്ടെയോ? തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു മറുപടി വീണ്ടും നൽകി, അല്ലയോ ജിബ്രീൽ, അള്ളാഹു എനിക്ക് നൽകിയ ഈ 7 ആയത്തുകളാണ് എനിക്ക് വേണ്ടത്. നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത, അത് പാരായണം ചെയ്യലിലൂടെ നമുക്ക് വന്ന് എത്തിച്ചേരാവുന്ന അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഭൂമിലോകത്തും ആഖിറ ലോകത്തും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെല്ലാം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന ഈ ഖുർആൻ പഠന പരമ്പരയിലെ 1ാമത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ മഹത്വങ്ങൾ, അത് പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, ഇവയെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്ന റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഈ ഓരോ പ്രോഗ്രാമും വീക്ഷിക്കലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക സമ്മാനം നൽകുന്നുണ്ട്. അത് ഒന്ന് പരിശുദ്ധ ഉംറയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം: ഓരോ ദിവസത്തെയും പ്രോഗ്രാം വീക്ഷിക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുക. അതിൽ നിന്നും ഓരോ ദിവസവും വിജയികൾ പ്രഖ്യാപിക്കുകയും ഈ പ്രോഗ്രാമിൻ്റെ അവസാന നിമിഷം
എല്ലാ മത്സരാർത്ഥികളെയും ഉൾപ്പെടുത്തി അതിൽ നിന്നും ഒരു വിജയത്തെ തിരഞ്ഞെടുക്കുകയും അവർക്കാണ് പരിശുദ്ധ ഉംറയ്ക്ക് അവസരം ലഭിക്കുകയും ചെയ്യുക. എല്ലാവരും ഈ പ്രോഗ്രാം വീക്ഷിക്കുകയും അതനുസരിച്ച് മുന്നേറുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നമ്മുടെ ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.